നമസ്കാരം. ഇന്ന് നമ്മുടെ 1237 എപ്പിസോഡാണ്. ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിലൊരു എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ഡബ് ചെയ്യാത്തൊരു കോപ്പി ഇട്ടിരുന്നു. അതിപ്പോൾ ഏകദേശം 10,000-15,000 പേരോളം കണ്ടിട്ടുണ്ട്. 22 മണിക്കൂർ കൊണ്ട്. അത് ഒരു ട്രയൽ എപ്പിസോഡാണ്, ഡബ്ബൊന്നും ചെയ്തിട്ടില്ല. അതിനി ഇത്രയും കൂടെ അതിനകത്ത് വരാനുണ്ട്. പക്ഷേ ഞാനിപ്പം ഇന്ന് പറയാൻ പോകുന്ന ഇറാൻ യുദ്ധത്തെക്കുറിച്ചാണ്. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചൊരു എപ്പിസോഡ്. കാരണം നാളെ രാവിലെയോ 2 ദിവസത്തിനകം ഇറാൻ്റെ അവസ്ഥ ഭയങ്കര ദയനീയമായിരിക്കും. ഇറാൻ തീരാൻ പോവാണ്. ഞാൻ ഏകദേശം ഒരു 10-20 ദിവസം മുമ്പ് ഞാനൊരു എപ്പിസോഡ് ഇട്ടിരുന്നു. 1 മാസവും കൂടെ ഉള്ളൂ ഇറാൻ്റെ ആയുസ്സെന്ന്. അപ്പോൾ അതിനകത്ത് ഒരാൾ മറുപടി ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാത്താനെ നീ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കൂ സാത്താൻ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കറിയാം. കാരണം നമ്മളാരെങ്കിലും ഒരാൾ ഒരുപാട് ചീത്ത പറഞ്ഞാൽ നമ്മളത് പബ്ലിസിറ്റി ചെയ്യുമോ? ഇല്ല. നമ്മൾ ആരോടെങ്കിലും 1-2 പേര് പറയും. നിങ്ങൾ ചിന്തിക്കുക. ഈ മലയാളികളോടാണ് ഞാൻ പറയുന്നത്. ഞാൻ മലയാളത്തിലാണല്ലോ എപ്പിസോഡ് ചെയ്യുന്നത്. നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഇറാനെ അനുകൂലിച്ച് ഇസ്രായേലിനും അമേരിക്കയ്ക്കെതിരെ ഇത്രയും ചീത്തവിളിയൊക്കെ മുസ്ലിംസിനോടാണ് പറയുന്നത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരോടാണ് പറയുന്നത്. ഈ ഇടുമ്പോൾ അത് മൊത്തം ഈ ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെയാണ് വരുന്നത്. അതെല്ലാം ജൂതൻ്റെയാണ്, അതെല്ലാം അമേരിക്കക്കാരൻ്റെയാണ്. അതെല്ലാം ആസ്വദിച്ച് അവൻ പൈസ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ഈ എല്ലാ ചീത്തവിളിയും ചെയ്യുന്നത് അവരുടെ യൂതൻ്റെ ഫേസ്ബുക്ക്, ഇൻസ്റ്റ, യൂട്യൂബ് എല്ലാത്തിലും കൂടെയാണ്. അതവരത് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ അവരുടെ ബുദ്ധി ആലോചിക്കുക. ഇവൻ നിലവിൽ ഇന്നലെ 2 ദിവസം മുമ്പ് നടന്ന ഒരു വിമാനം വെടിവെച്ചിട്ടു. അതിൽ നിന്ന് 24-48 മണിക്കൂർ കൊണ്ട് അവിടുന്ന് പൈലറ്റിനെ അവനെയൊക്കെ രക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ് അമേരിക്ക പ്രസിഡന്റ് മിണ്ടായിരിക്കുന്നു. നിങ്ങൾ വിചാരിക്കരുത് അവർ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത്. വെറും 3 കോടി പേരുള്ള ഈ ജൂതന്മാർ, അല്ലെങ്കിൽ 30 കോടി പേരുള്ള ഈ ജൂതന്മാർ ഈ ലോകത്ത്, കേരളത്തിൻ്റെ പകുതിയുള്ള സ്ഥലത്ത് ജീവിച്ചിരിക്കണമെങ്കിൽ സത്യം നിങ്ങൾക്കറിയാം, അവർ ദൈവവിശ്വാസികളല്ല. അവർ ദൈവത്തെ, നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് കഴിയുമ്പം നമ്മൾ ടൂർ പോവുകയല്ലേ എവിടെയെങ്കിലും, അല്ലെങ്കിൽ വൈകുന്നേരം ഔട്ടിങ്ങിന് പോവുകയല്ലേ, അത്രമാത്രം അവർ ദൈവത്തെ അമേരിക്കക്കാരൊക്കെ വിശ്വസിക്കുന്നുള്ളൂ. അല്ല, അവർക്ക് ദൈവവിശ്വാസമൊന്നും വലുതായിട്ടൊന്നുമില്ല. അവരൊരു എൻ്റർടൈൻമെൻറ്റ് പോലെ, ഒരു റിലാക്സേഷന്. അതിപ്പം ഞാനും അങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ്. എനിക്ക് ദൈവവിശ്വാസം ഉണ്ടെങ്കിലും, കാരണം എനിക്ക് ഇടയ്ക്ക് ആവശ്യം വരുമ്പം ആവശ്യത്തിന് വേണ്ടി ഞാൻ ദൈവത്തിൻ്റെ അടുത്ത് പോകാറില്ല. കാരണം ഇടയ്ക്ക് നന്ദി പറയാൻ മാത്രമേ ഞാൻ ദൈവത്തെ വിളിക്കാറുള്ളൂ. അല്ലാതെ ദൈവം, അവർക്കറിയാം ഒരു രക്ഷകനും നമുക്ക് വേണ്ടി ഈ ലോകത്തുണ്ടാകാൻ പോകുന്നില്ല, ഉണ്ടായിട്ടുമില്ല. കാരണം മുഹമ്മദ് നബി പോലും ഒരിക്കലും അള്ളാഹ് വന്ന് ഇത് ചെയ്തോളൂന്നും പറഞ്ഞിരുന്നില്ല. യുദ്ധം ചെയ്തും പ്രതിരോധിച്ചും പണം മുടക്കിയും അടിച്ചമർത്തിയും പലരെയും കൊന്നും തന്നെയാണ് രാജ്യം ഭരിച്ചിരുന്നത്. പക്ഷേ താൻ സംരക്ഷിച്ച രാജ്യങ്ങളെ നല്ല രീതി നോക്കി. ഇന്നും അതിൻ്റെ പേര് കലഹങ്ങളുണ്ടാകുന്നു. ഞാൻ എന്ത് വിളിച്ചാലും കാര്യമില്ല. അതുകൊണ്ട് ഈ മുസ്ലിം കമ്മ്യൂണിസ്റ്റുകാരോടൊക്കെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, കമ്മ്യൂണിസ്റ്റുകാർ പകുതി നിരീശ്വരവാദികളാണല്ലോ. നിങ്ങളൊക്കെ ഈ വികാരങ്ങൾ കൊണ്ടാണ് ചിന്തിക്കുന്നത്. വികാരങ്ങൾ കൊണ്ടും വിശ്വാസം കൊണ്ടും ഒരു രക്ഷകൻ വരുന്നു. ഒരു രക്ഷകനും വരില്ല. നമ്മുടെ രക്ഷകൻ നമ്മളാണെന്നറിയാവുന്നവനാണ് ഈ ജൂതനും അമേരിക്കക്കാരനൊക്കെ. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജിയെക്കുറിച്ച് പല കുറ്റങ്ങളും പറഞ്ഞു. നിങ്ങൾക്കറിയാമോ, ഈ ബുഷിനേക്കാളും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രിയെക്കാളും ഒക്കെ എത്ര ബുദ്ധിമാനാണെന്ന് ഈ മോദിജി. കാരണം ഇറാന് ഒരു വിരോധവും, ലോകരാഷ്ട്രങ്ങൾക്ക് ഒരു വിരോധവും ഇന്ത്യയുടെ ഈ സമീപനത്തോടില്ല. ഇറാൻ ഏറ്റവും ആരാധിക്കുന്നത് ഇന്ത്യയെ. ഇസ്രായേൽ തള്ളി പറയില്ല, ഒരിക്കലും മരിച്ചാലും തള്ളി പറയില്ല, തീർന്നു പോയാലും. കാരണം ഇന്ത്യയോട് അമേരിക്ക ഇന്ന് വരെ യുദ്ധം ചെയ്തിട്ടില്ല. ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് പാകിസ്ഥാന് വേണ്ടി എന്താ സഹായം ചെയ്ത് അനുഭവിക്കുകയും ചെയ്തു. അപ്പോൾ ഇപ്പം മനസ്സിലായി ഇന്ത്യയുടെ ശക്തിയൊക്കെ ഇന്ത്യ ആവശ്യമുള്ളത്. ഈ ലോകരാഷ്ട്രങ്ങളെ മൊത്തം ഒന്നാക്കി ആരാധിച്ച് നിർത്താൻ ഈ മോദിജിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരെ വിറ്റ കാശ് ഈ മോദിജിയുടെ കയ്യിലുണ്ട്. മോദിജി മിണ്ടാതിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ചുമ്മാ പോയി അവിടെ യുദ്ധത്തിന് പോയി അവിടെ പൈലറ്റിനെ രക്ഷിക്കാനൊന്നും ഇറങ്ങിയതല്ല. ആ മണ്ണിൽ പോയി അമേരിക്ക പഠിച്ചു. ആ മണ്ണിലിറങ്ങി ഉണ്ടാക്കുമെന്ന് ഇറാഖിൻ്റെ നേതാക്കന്മാരൊന്നുമില്ല അവിടെ, എല്ലാത്തിനും കൊന്നുകൊണ്ടിരിക്കുക. ഇറാനിലെ ഈ നേതാക്കന്മാരൊക്കെ എവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സാറ്റലൈറ്റ് വഴി കണ്ടുപിടിക്കുന്നതാണ്. അല്ല, അവരുടെ പാചകക്കാർ, അവരുടെ കക്കൂസ് കഴുകുന്നവനും എല്ലാം ഒറ്റുന്നുണ്ട്.
ഇപ്പം ഞാനിത് ഈ മലയാളം ഇതിൽ ഇടാൻ കാരണം ഇത് എത്ര പേര് കാണുന്നുണ്ടെന്നറിയാം. അന്ന് തന്നെ ഞാൻ ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഇതെല്ലാം വ്യാജ വാർത്തയാണെന്നും പറഞ്ഞ് ഞാൻ യുദ്ധത്തിനെക്കുറിച്ച് സ്ലം ഡോഗ് എന്നും പറഞ്ഞ് എബൌട്ട് വാർ എന്നും പറഞ്ഞിട്ട് കണ്ടാൽ തന്നെ 5000 6000 പേര് കണ്ട്. അവർ കുറ്റം എഴുതിയാലും ഫേസ്ബുക്ക് ഇത് ചെയ്യല. നിങ്ങളാലോചിക്കുക, വേറെ ഏതെങ്കിലും ഒരു ചാനൽ, ഈ കേരളത്തിലൊക്കെ ചാനൽ, ഇന്ത്യയിലെ ചാനലൊക്കെ പക്ഷാഭേദപരമല്ലാത്ത ഒറ്റ വാർത്ത ഇടുമോ? അവർക്കെതിരെ പറയുന്ന BBC മാത്രമാണ്. BBC ഇന്ന് ലോകം അംഗീകരിക്കുന്ന കാര്യം BBCയുടെ ഡയറക്ടർക്കെതിരെ വാർത്ത ഇട്ടന്മാരാണ് ആ ശമ്പളം മേടിച്ച് അയാൾ ചെയ്ത് തെറ്റാന്ന്. അതുകൊണ്ടാണ് BBC എല്ലാവരും അംഗീകരിക്കുന്നത്. ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് ഇതാണ്. അപ്പം അവർ മാത്രമേ ധൈര്യം കാണിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ ചാനലുകളും ഇവിടെ ഏഷ്യാനെറ്റ് BJP വാങ്ങി, എല്ലാം ഉണ്ട്, ജനമുണ്ട്. അപ്പം അങ്ങനെ ബാക്കിയുള്ളത് കോൺഗ്രസിൻ്റെ, ബാക്കിയുള്ള കമ്മ്യൂണിസ്റ്റിൻ്റെ, അങ്ങനെയുള്ളതല്ലാതെ ഏതാണ് നിഷ്പക്ഷമായിട്ടൊരു ചാനലുണ്ട്. മനോരമയുടെ ഏതാണെന്നറിയാമല്ലോ. അവർ തോന്നുമ്പോൾ അവരുടെ ഗുണമനുസരിച്ച് അവരത് ചെയ്യും. ഈ യുദ്ധം ഉണ്ടായിരിക്കുന്നതും ഇത് ചെയ്തതും അമേരിക്കയുടെ അതിബുദ്ധിയാണ്. അതിനകത്ത് കയറിയ അവനെ തന്നെ അതിനകത്ത് ഇറക്കി അവരുടെ ഏറ്റവും വലിയ വിമാനം അവർ തന്നെ വെടിവെച്ചിട്ട് അവർ തന്നെ അതിനകത്ത് കൊണ്ടുപോയി. നിങ്ങൾ വിചാരിക്കരുത് ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ അയാളത് ഓഫ് ചെയ്ത് വെച്ചിട്ടിരുന്നു അത് കമ്മ്യൂണിക്കേഷൻ നടന്നില്ല. കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. 2 ദിവസം അതിനകത്ത് നിന്നാൽ, ഇറാനകത്ത് നിന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി തന്നെ ചെയ്തതാണ് അതൊക്കെ. കാരണം അതിനകത്തൊന്നും ചെയ്യാൻ ഇറാന് പറ്റില്ല. ആ സമയം കൊണ്ട് കുറേ റോഡുകളും നശിപ്പിച്ചു. എന്തൊക്കെ നശിപ്പിച്ചു എന്നറിയാം. ചിലപ്പോൾ കുറേ യുറേനിയം എടുത്തുകൊണ്ട് പോയി കാണും. അതിനകത്ത് യുദ്ധം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറാൻ പറയുന്ന ശവപ്പെട്ടിക്കകത്ത് അടക്ക് കൂട്ടക്കുരി നടത്തുന്നത് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. അത്രയും പെട്ട ആൾക്കാർ അവരുടെ വിമാനം സ്വന്തമായിട്ട് വെടിവെച്ചിട്ടായിരിക്കും. ഇറാന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അതാണ് അവരുടെ പട്ടാളക്കാരെ ഇറക്കി അത് മൊത്തം വാച്ച് ചെയ്ത് അവരെ പോകുന്ന വഴിക്ക് എല്ലാം സ്കാൻ ചെയ്ത്, സാറ്റലൈറ്റ് വഴി സ്കാൻ ചെയ്ത്, ആ സമയത്ത് ഇസ്രായേലും ആദ്യം ആക്രമിച്ചില്ല. അപ്പം നിങ്ങൾ ഓർക്കുക, സർവ്വ ഇസ്ലാം രാഷ്ട്രത്തെ ഇത്രയും ദിവസം കൊണ്ട് അറബിയും മുസ്ലിമും ഒരു ജാതിയല്ല, അതൊക്കെ ചുമ്മാ ഇരിക്കുന്നത്. അവർ മുസ്ലിംസ് വേറെ കാസ്റ്റാണ്, മറ്റേത് പേർഷ്യക്കാരാണ്. അറബികൾ പേർഷ്യക്കാരാണ്. അവിടെ നിന്ന് വന്ന് കൺവെർട്ടായി 1500 കൊല്ലം ആയുസേ ഉള്ളൂ ഈ മുസ്ലിം മതത്തിന്. അതിന് മുമ്പുള്ള പേർഷ്യക്കാരാണ്. അവർ മുസ്ലിം മതമൊന്നും അല്ല. അവരാണ് ഈ അറബികൾ. പക്ഷേ അതാണ് സുന്നി എന്നൊക്കെ പറഞ്ഞ്, ഷിയ എന്നൊക്കെ പറഞ്ഞ്, റാഫി ഹനഫി എന്നൊക്കെ പറഞ്ഞത്. ഇന്ന് രസകരമായൊരു വസ്തുത, എൻ്റെ മോൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് ഈ നെടുങ്കണ്ടം കോളനിയിൽ, ഷിയാസ് എന്നാണ് അവൻ്റെ പേര്. അവനോട് ചാർക്ക് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ ചോദിച്ചു അത് ഞാൻ BJP ചെയ്യാൻ പോകുന്ന. ഞാൻ ചോദിച്ചു അതിൻ്റെ നീ മുസ്ലിം? അത് പറയാം, ഈ കോൺഗ്രസിനെ വിശ്വസിക്കില്ല, മാർക്സ് പാർട്ടിയെ വിശ്വസിക്കാനും ഒക്കെയില്ല. കാരണം BJP ആണെങ്കിൽ ഇന്ത്യയിൽ സ്വസ്ഥമായിട്ട് ജീവിക്കും. ഞാൻ 12,000 രൂപ കൂടെ ജോലി ചെയ്യുക, ഇന്ത്യയിലാകുമ്പോൾ എൻ്റേതായ ജീവിതത്തിൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാം. ഞാൻ വേറെ ഏത് രാജ്യത്ത് പോയി സ്വസ്ഥമായിട്ട് ജീവിക്കും. ഒരു ഇസ്ലാം രാഷ്ട്രത്ത് പോയാൽ എനിക്ക് 30,000 ശമ്പളം കിട്ടും. ഇവിടെ 12,000 രൂപ വീട്ടിൽ പോയി ഇരിക്കാം. എനിക്ക് അത്തായമ്മയൊക്കെ നോക്കാം. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇന്ത്യ സുരക്ഷിതമാണെന്ന് അവൻ പോലും വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞപ്പോൾ ജയിക്കുമോ? വോട്ട് ഏതായാലും അങ്ങോട്ട് ചെയ്യാൻ പോകാം. എന്നാൽ ഷിയാന്ന് പറഞ്ഞാൽ ഫ്രാങ്കായിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ മുസ്ലിങ്ങൾ വരെ മാറി ചിന്തിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് ഹിന്ദുക്കൾ മാറി ചിന്തിച്ചു, എല്ലാവരും അത് വളർത്തി. കാരണം ഈ വർഗീയത അതായത് എപ്പോഴും ആലോചിച്ചുള്ള ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ വളർത്തും. വെറുതെ നിങ്ങൾ അനുകൂലിച്ചൊന്നും ചെയ്യേണ്ട. ഇറാന് നാളെ കറക്റ്റ് ട്രംപ് എന്ത് ചെയ്യണോ അതൊക്കെ ആലോചിച്ച് അതിന് വേണ്ടി ചുമ്മാ ഒരു സൈനികനെ ഇറക്കി. ഇതൊക്കെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുണ്ട്. ചുമ്മാ അവിടെ പോയി ഒരാൾ വീഴത്തൂല്ല. അവരുടെ ഒരു F-35 ഏതാണ്ടെന്ന് പറഞ്ഞാൽ അത്ര വിമാനമൊന്നും അവിടെ വീഴുകയില്ല. അത്ര തന്ത്രമാണ്. അവർ ബുദ്ധി കൊണ്ടാണ് കളിക്കുന്നത്. അല്ലാതെ ഒരു തമ്പുരാൻ വന്ന് ആരെയും രക്ഷിക്കാൻ പോകുന്നില്ലെന്ന് അവർക്കറിയാം. അവർ ജയിക്കുക തന്നെ ചെയ്യും. അവർ പൂർണ്ണമായിട്ടും തീർക്കും. പക്ഷേ അവർ ജനങ്ങളെ നിങ്ങൾ വിചാരിക്കുന്ന അവിടെ ഒന്ന് വിചാരിക്കുന്ന ജനവാസ കേന്ദ്രം അപൂർവം ജനങ്ങളൊക്കെ മരിക്കും. ജനവാസ കേന്ദ്രം ആക്രമിച്ച് എല്ലാം തീർക്കാനാണെങ്കിൽ പണ്ടേ അവർ തീർത്തേനെ. അല്ലാതെ ഈ ഇറാൻ ചെയ്യുന്ന പോലെ ജനവാസ കേന്ദ്രങ്ങളും മറ്റ് രാജ്യങ്ങളുടെ അയലൊക്കെ എല്ലാവരും എതിരാക്കി കളഞ്ഞല്ലേ അവർ 10-25 ദിവസം കൊണ്ട്. അവരെതിരാക്കി കളഞ്ഞു. അവർ മിണ്ടിയില്ല. അതായത് ഇറാനെ പൂർണ്ണമായും നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു നേതാവ് പോലും ഇല്ല. നേതാവ് വരാൻ ഭയക്കുകയാണ്. അപ്പം ഇതൊക്കെ തന്ത്രമാണ് അമേരിക്കയുടെ, ഇസ്രായേലിൻ്റെ തന്ത്രമാണ്. അവർ മിക്കവാറും നാളെ വൈകുന്നേരം ആകുമ്പം, നാളെ അമേരിക്ക ഇന്ത്യൻ സമയം നാളെ രാവിലെ 8 മണി വരെ എങ്ങാണ്ടേ ഉള്ളൂ. ഈ സമയം 4 മണിക്കുള്ളിൽ തീർക്കാനുള്ള എല്ലാം ഇപ്പോൾ അയാളെയും കൂടെ വിട്ട് അത് ചെയ്തിട്ടുണ്ട്. എന്ത് ചെയ്യും, അതായത് ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ മൊത്തം ഏകദേശം വിമാനത്താവളങ്ങൾ ഇവരുടെ ഊർജ്ജ സ്രോതസ്സോ ജലസ്രോതസ്സോ ആക്രമിക്കാതെ, ജനങ്ങളെ ആക്രമിക്കാതെ അവരുടെ ശക്തി പകുതിയായിട്ട് കുറച്ചു. ഇനി ആദ്യം ചെയ്യാൻ വന്ന പണ്ട് ഇസ്രായേൽ ചെയ്തതുപോലെ മൊത്തം
മൊത്തം വിമാനത്താവളങ്ങളും ഇവരുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഏകദേശം തീർത്ത് ബാക്കിയുള്ള റോഡുകളെല്ലാം തീർക്കും. ഇറാൻ മിലിറ്ററിക്ക് അനങ്ങാൻ പോലും പറ്റാതെ വരും. അവരുടെ തലവൻ പോലും ഇല്ലാതാവും. എങ്ങോട്ടൊന്നും പറയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കാളാപോള ഈ കൊച്ചുപട്ടി തീട്ടം കണ്ടാലും ഓടുന്ന പോലെ ഇങ്ങനെ കിടന്ന് ഓടേണ്ട വരുമുള്ള മിലിറ്ററിക്കാർ ആ അവസ്ഥയാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം ഈ ഇറാനെ അനുകൂലിക്കുന്ന അവരുമായിട്ടൊക്കെ ഇപ്പോഴും കോണ്ടാക്ട് ചെയ്യുന്ന പലരും ഈ എപ്പിസോഡ് കാണുന്നുണ്ട്. ആ വിളിച്ചാൽ അവിടെ ആരോടെങ്കിലും പറ. ഞാൻ വിശ്വസിക്കുന്ന ഇപ്പോഴും വൻ ബന്ധമുള്ള ആരെങ്കിലും ഈ എപ്പിസോഡ് മലയാളികൾ കാണുന്നുണ്ട്. മലയാളികൾക്കാണല്ലോ ഏറ്റവും ബന്ധമുള്ളത്. അവിടെയൊക്കെ ആയിട്ട് അവിടുത്തെ ഈ ഇറാനെ നശിപ്പിക്കുന്നതൊന്നും തെറ്റാന്ന് വിചാരിക്കേണ്ട. അവന്മാർ ഹമാസ് അടക്കമുള്ള 30ഓളം തീവ്രവാദികൾക്ക് പൈസ കൊടുത്തുകൊണ്ടിരുന്നവരാണ് ആ സമ്പത്ത് ഉപയോഗിച്ച്. അതായത് കാശ്മീർ തീവ്രവാദികൾക്ക് സഹിതം, പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് സഹിതം, അവർ ഹമാസിന് സഹിതം, പലസ്തീൻ, അഫ്ഗാനിസ്ഥാനിലും എല്ലാം അവർ സഹായം ചെയ്യണം. അവർ ആണുവായുധം നിർമ്മിച്ചിരുന്നെങ്കിൽ ഇതെല്ലാം അവന്മാരുടെ കയ്യിലെത്തിയാൽ ഇന്ത്യയിൽ ജീവിക്കാൻ നമുക്ക് പറ്റാതെ വന്നേനെ. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യേണ്ട യുദ്ധം ആര് ചെയ്യുന്നത്? ഇസ്രായേലും അമേരിക്കയും ചെയ്യുന്നത്. ഇന്ത്യയോട് കൂറുള്ള ഇന്ത്യക്കാരാണ്. നമ്മുടെ എല്ലാം പുതുത്ത് ഇന്ത്യയിലാണ്. നമ്മളാരും പാകിസ്ഥാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ ശ്രീലങ്കയിൽ നിന്നോ ഇവിടെ നിന്നൊന്നും വന്നതല്ല. എല്ലാവരും ഇന്ത്യക്കാർ തന്നെ. ഒരു അറബ് രാഷ്ട്രത്തിൽ നിന്നും വന്നവരല്ല. ഇന്ത്യക്കാർ മതം മാറിയതാണ്. എല്ലാവരുടെയും ആര്യനും ദ്രാവിഡനും ഒക്കെ തന്നെയാണ്. അവരൊക്കെയാണ് ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ആയിപ്പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബന്ധമുണ്ടെങ്കിൽ വിളിച്ച് പറയാം ഇറാനോട് മര്യാദയ്ക്ക് സമ്മതിച്ച് കൊടുക്കാൻ. കാരണം അവർ അന്ധവിശ്വാസത്തിൻ്റെ പേര് യുദ്ധം ചെയ്യുന്നു, മറ്റവർ ആയുധം വെച്ചും ബുദ്ധി വെച്ചും യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇത്ര എപ്പിസോഡ് ചെയ്യുന്നത്. നന്ദി, നമസ്കാരം. നാളെ വൈകുന്നേരം വരെ ഇതിന് ആയുസം കാണുള്ളൂ. ഇറാൻ പിന്മാറിയില്ലെങ്കിൽ നാളെ വൈകുന്നേരം ആകുമ്പോൾ ഇതിനെല്ലാം പരിസമാപ്തി ഉണ്ടാകും. അന്നേരം ഈ എപ്പിസോഡിൻ്റെ വില അറിയും.